എല്ലാവർക്കും നല്ല നമസ്കാരം. മഴ വീണ്ടും ചാലക്കുടിക്കാരെ പേടിപ്പിച്ചു. പക്ഷേ ആ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ SP രവി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജുകൾ കാണാറുണ്ട്. സത്യത്തിൽ ആ മെസ്സേജുകളാണ് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കൊടുക്കാനായിട്ട് സഹായമായത്. SP രവി എന്ന് പറയുന്ന മാഷാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. പുഴ സംരക്ഷണ സമിതിയുടെയും ഈ മഴക്കാലമാകുമ്പോൾ കൃത്യമായ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എത്തിക്കുന്ന SP രവി മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാഷ നമസ്കാരം. വീണ്ടും മഴ ചാലക്കുടിയെ ഒന്ന് പേടിപ്പിച്ചു. വെള്ളം പുഴയിൽ ക്രമാതീതമായിട്ട് കൂടി. ഈ മഴ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ചാലക്കുടിക്കാർ വലിയ പേടിയിലും ഭയത്തിലാണ്. അത് മാത്രമല്ല, പലപ്പോഴും ഈ വെള്ളം പെട്ടെന്ന് തുറന്നു വിടുന്നത് മൂലം തന്നെ ചാലക്കുടി പുഴത്തടത്തിലുള്ള ചില പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്ന സ്ഥിതിയുമുണ്ട്. പലപ്പോഴും ഒരു ചോദ്യം ചാലക്കുടിക്കാർ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ്, എന്തുകൊണ്ട് പെരിങ്ങൽകുത്തിലെ ജലനിരപ്പ് 415 ആയി നിർത്തിക്കൂടാ? ഇത് പലപ്പോഴും 423, 422, 424 ആയിട്ടാണ് ഇത് തുറന്നു വിടുന്നത്. ഇതിക്ക് മുൻപേ ഇതൊരു സ്ഥിരമായിട്ടുള്ള ലെവലിൽ നിർത്തിക്കൂടാ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പെരിങ്ങൽകുത്തിലേക്ക് ആണ് അതിന് മുകളിലുള്ള എല്ലാ ഡാമിൽ നിന്നും വെള്ളം വരിക. അത് മാത്രമല്ല, പെരിങ്ങൽകുത്തിന് സാമാന്യം വലിയ വൃഷ്ടിപ്രദേശമുണ്ട്. ഏകദേശം 525 സ്ക്വയർ കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്തിനുള്ള നീരൊഴുക്കും അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരതമ്യേന ചെറിയ ഡാമുമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പലപ്പോഴും വലിയ നീരൊഴുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റു ഡാമുകളിൽ തുറക്കാതിരിക്കുന്ന അവസ്ഥയിൽ പോലും സെക്കൻഡിൽ 500 ഘനമീറ്റർ മുതൽ 1000 ഘനമീറ്റർ വരെയൊക്കെ നീരൊഴുക്ക് അവിടെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ചെറിയ തോതിലെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പെരിങ്ങൽകുത്തിൻ്റെ വാട്ടർ ലെവൽ പരമാവധി താഴ്ത്തി നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിന് ഇപ്പോൾ 412 ആണെങ്കിലും സുഖമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം നടക്കും. ആകെ വരുന്നത് ഈ ഹൈറ്റ് കുറയുമ്പോൾ ചെറിയ അളവിൽ വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ വൈദ്യുതി. പക്ഷെ അതൊരു അത്ര വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ 414, 415 നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിവേഴ്സ് ലൂയിസുകളുണ്ട്. ഈ അണക്കെട്ടിൽ 7 സ്പിൽവേ ഷട്ടറുകളും 4 റിവേഴ്സ് ലൂയിസുകളും ഉള്ളത് നമ്മുടെ പെരിങ്ങൽകുത്തിൽ അങ്ങനെ തന്നെയാണ്. പെരിങ്ങൽകുത്തിലെ കഥയാണ്. അപ്പോൾ അതിൽ റിവേഴ്സ് ലൂയിസ് എന്ന് പറയുന്നത് താഴെ നിന്ന് തുറക്കുന്നത്, അണക്കെട്ടിൻ്റെ താഴെ നിന്ന് തുറക്കുന്നതും. മറ്റേത് ഈ തുടങ്ങുന്നത് 419.4 മീറ്ററാണ്. അതിന് മുകളിലാണ് സ്പിൽവേ ഉള്ളത്. അപ്പോൾ സ്പിൽവേ കൂടെ നമുക്ക് വെള്ളം വിടണമെങ്കിൽ 419 മേലെ വെള്ളം വരുമ്പോൾ മാത്രമേ സ്പിൽവേ കൂടെ വിടാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് വിടണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ലൂയിസ് തുറന്നിട്ടാണ് നമ്മൾ വെള്ളം വിടേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 415, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ 415 ആയിരുന്നു വെള്ളം എന്ന് വിചാരിക്കും. അപ്പോൾ നീരൊഴുക്ക് കൂടുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ വെള്ളം അവിടെ സ്റ്റോറാവും. അപ്പോൾ പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പിന്നെയും വരികയാണ്, നീരൊഴുക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്ലൂയിസൊക്കെ തുറക്കാം. അപ്പോൾ ആ ഒരു സ്ലൂയിസ് തുറന്നാൽ ഏകദേശം ഒരു 160, 170 ഘനമീറ്റർ ഒരു സെക്കൻഡിൽ ആ അളവിലാണ് വെള്ളം പുറത്തേക്ക് വരിക. അപ്പോൾ അതും വൈദ്യുതി ഉൽപ്പാദനം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും ഒരു 250 താഴെ നിൽക്കും. 250, 300 ആണെങ്കിൽ പുഴയിൽ സുഖമായിട്ട് ഒഴുകിക്കും. 500 വരെയും പോയി എന്ന് വരും. പക്ഷേ 500 ആകുമ്പോഴത്തേക്കും നമുക്ക് ആശങ്ക വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശരിക്ക് ഇത് മഴ തുടങ്ങുന്നതിന് മുമ്പ് വാട്ടർ ലെവൽ 421 മുകളിലായിരുന്നു. അതെ. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അത് പ്രത്യേകിച്ച് അന്ന് ഉച്ചയ്ക്ക് ശേഷം മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം വെള്ളം വളരെ പെട്ടെന്ന് കയറുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് ശ്രദ്ധിക്കണം, നേരത്തെ തുറന്ന് വിടുകയാണ് നല്ലത്. പക്ഷേ അത് കഴിഞ്ഞ് മഴ ശക്തമായി. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:15 അവർ ആദ്യം തുറന്ന് വിട്ടു തുടങ്ങി. അപ്പോൾ തുറന്ന് വിട്ട് തുടങ്ങുന്ന സമയത്ത് ആകെ 2 ഷട്ടർ 2 അടി വെച്ച് തുറന്ന് ചെറിയ അളവ്. പക്ഷേ 7 മണിയായപ്പോഴത്തേക്കും ഇത് ചിത്രം മുഴുവൻ മാറി. 5 ഷട്ടർ 10 അടി വെച്ച് തുറന്ന് ഏതാണ്ട് 400 ഘനമീറ്ററിനധികം വെള്ളം തുറന്ന് വിടുന്ന കണ്ടീഷനായി. അപ്പോൾ അതിനകത്ത് ആയപ്പോഴത്തേക്കും അത് മൊത്തം അവിടുന്ന് പുറത്ത് വരുന്ന വെള്ളത്തിൻ്റെ അളവ് 500 മേലെ. അപ്പോൾ അതിൻ്റെ കൂടെ താഴെയുള്ള പെയ്ത്ത് വെള്ളവും, കാരണം നല്ല മഴ അന്ന് നമുക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. അതിരപ്പള്ളിയിലും ചാലക്കുടിയിലും എല്ലാം നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവിടുന്ന് വന്ന വെള്ളവും അതുപോലെ തന്നെ പെയ്ത്ത് വെള്ളവും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ശരിക്ക് ഇന്നലെ രാവിലെ ആറങ്ങാലി എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് അതൊരു ഒരു സെക്കൻഡിൽ 900 ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ 9 ലക്ഷം ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലേക്ക് വെള്ളം എത്തി. ഇതാണ് പെട്ടെന്ന് ആറങ്ങാലിയിൽ വെള്ളം കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പെരിങ്ങൽകുത്തിയിൽ നിന്ന് നിയന്ത്രിച്ച് വെള്ളം വിടുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ വാട്ടർ ലെവൽ ഇത്രയൊന്നും എത്തില്ല. നമുക്ക് 1-2 മീറ്റർ താഴെ വെള്ളം നിന്നേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത്രയും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മഴ മാറി നിന്നതാണ് താൽക്കാലികമായിട്ടെങ്കിലും നമ്മളെ രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം ഇന്നലെയും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ മഴ പെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ വെള്ളം പിന്നെയും കയറ്റം തന്നെ ആയേനെ, പല സ്ഥലങ്ങളിലും വെള്ളം കയറിയാൽ. ഇതിപ്പോൾ വളരെ ഈ ചെറിയ തോതിലുള്ള വെള്ളപ്പൊക്കം മാത്രമായിട്ട് ഒതുങ്ങി എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊട്ടും തന്നെ ആശ്വസിക്കാവുന്നൊരു സാഹചര്യമില്ല. ഈ ദിവസങ്ങളിലെല്ലാം മഴ പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് പെയ്ത പോലെ ശക്തമായിട്ടുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീണ്ടും ഉയരാനുള്ള സാഹചര്യമുണ്ട്.
അതായത് എന്തുകൊണ്ടാണ് KCB ഈ കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു നിർദ്ദേശം ഒരു മുഖവിലേക്ക് എടുക്കാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഇത്രയും ഒരു ഭീതിജനകമായൊരു സാഹചര്യം എല്ലാ വർഷക്കാലത്തും KCB ഇതിലൊരു ഇടപെടൽ നടത്താത്തതിനെ പറ്റി എന്തെങ്കിലും മാഷ്ക്ക് അറിവുണ്ടോ? നമ്മുടെ നാട്ടിൽ പൊതുവേ കരയണത് ഇങ്ങനെ പാലുള്ളൂ എന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര കരയുന്നുണ്ടാവില്ല. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഞങ്ങൾ നിരന്തരം കത്തെഴുതാറുണ്ട്, മറ്റു തരത്തിൽ പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു എന്താ പറയുക, ജനങ്ങളിറങ്ങി ഇത് നിങ്ങൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടേണ്ടി വരും എന്നുള്ള മട്ടിലൊക്കെ ചിലപ്പോൾ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും. അവർക്ക് മനസ്സിലാവുന്ന ഭാഷ ചിലപ്പോൾ അതായിരിക്കാം. അല്ലാതെ ഇതിനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായം കാണുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിൽ കാര്യമായിട്ട് യാതൊരു മാറ്റവും വരില്ല. ഈ ഡാമിൽ വെള്ളം താഴ്ത്തി നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരില്ല. കാരണം അതിൻ്റെ ഒരു സ്റ്റോറേജിനേക്കാൾ വളരെ കൂടുതൽ വെള്ളമാണ് അത് ഒഴുകി വരിക. ആകെ 32 ദശലക്ഷം ഘനമീറ്ററാണ് അതിൻ്റെ സ്റ്റോറേജ്. ഒരു വർഷം അത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ 30-40 ഇരട്ടി വെള്ളമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം താഴ്ത്തി നിർത്തിയത് കൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും വരില്ല എന്ന് മാത്രമല്ല, താഴെയുള്ള ആൾക്കാർക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ ഇത് ആരാണ് ഈ ഉദ്യോഗസ്ഥരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു ജനകീയമായിട്ടുള്ളൊരു ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് പെരിങ്ങൽകുത്തിൻ്റെ മാത്രം വിഷയമല്ല. പെരിങ്ങൽകുത്തിൽ കുറച്ച് സമയത്തേക്കുള്ള നിയന്ത്രണം മാത്രമായിരിക്കും ചിലപ്പോൾ വലിയ മഴ പെയ്യുമ്പോൾ സാധ്യമാവുക. മുകളിലുള്ള അണക്കെട്ടുകളിലും ഇതുപോലെ തന്നെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഈ മുകളിലുള്ള ഡാമുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചാലക്കുടിയാറിലേക്ക് വരുന്നു. ഇപ്പോൾ പലർക്കും അത് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മുകളിലുള്ള ഡാമുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടിയാറിലേക്ക് വെള്ളം എത്തുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണ്? എവിടെ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്? 5 ഡാമുകളാണ് പെരിങ്ങൽകുത്തിന് മുകളിലുള്ളത്. അതിൽ 3 എണ്ണം സാമാന്യം വലുതാണ്. കേരള ഷോളയാറും തമിഴ്നാട് ഷോളയാറിലും പെരിങ്ങൽകുത്തിൻ്റെ 5 ഇരട്ടി സ്റ്റോറേജ് ഉണ്ട്. ഏറ്റവും വലുത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ് ഏറ്റവും വലുത്. പറമ്പിക്കുളത്ത് പെരിങ്ങൽകുത്തിൻ്റെ 16 ഇരട്ടിയിലധികമാണ് സ്റ്റോറേജ്. 504 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് പറമ്പിക്കുളത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പറയുന്ന പറമ്പിക്കുളത്തു നിന്നോ അല്ലെങ്കിൽ കേരള ഷോളയാറിൽ നിന്നോ തൂണക്കടവിൽ നിന്നോ, തൂണക്കടവ് താരതമ്യേന ചെറുതാണ്, തൂണക്കടവ് പെരുവാരിപ്പള്ളവും രണ്ടും കൂടെ പെരിങ്ങലിൻ്റെ അത്രയും വരുള്ളൂ. അത് രണ്ടിൽ നിന്ന് ഒരുമിച്ചാണ് വെള്ളം പുറത്തേക്ക് വരിക. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം വിട്ട് കഴിഞ്ഞാൽ അത് നേരെ പെരിങ്ങൽകുത്തിലേക്കാണ് വരിക. പെരിങ്ങൽകുത്തിൽ വന്ന് അവിടുന്ന് പിന്നെ താഴേക്ക് വരും. അപ്പോൾ പെരിങ്ങൽകുത്തിൽ ഓൾറെഡി ഈ പറഞ്ഞ സമയത്ത് അത്യാവശ്യം വെള്ളപ്പൊക്കമായിരിക്കും, വെള്ളം പുറത്തേക്ക് വിടുന്ന കണ്ടീഷനായിരിക്കും. അതിൻ്റെ കൂടെ പറമ്പിക്കുളത്തു നിന്നോ കേരള ഷോളയാറിൽ നിന്നൊക്കെ വലിയ അളവിൽ വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് വാട്ടർ ലെവൽ പോകും. തമിഴ്നാട് ഷോളയാറിൽ നിന്നാണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ അവിടെ നിന്നും തുറന്ന് വിടുന്ന വെള്ളം ഒന്നുകിൽ പറമ്പിക്കുളത്തേക്ക് അല്ലെങ്കിൽ കേരള ഷോളയാറിലേക്ക് വിടാൻ പറ്റും. ഈ 2 സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാലും പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മുകളിലെ അണക്കെട്ടുകളിൽ മഴക്കാലത്ത് അവരത് നിറച്ചു നിർത്താതെ അതിനകത്ത് കുറേ സ്പേസ് ഉണ്ടാക്കുകയും വലിയ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം അവിടെ സംഭരിക്കുകയും താഴോട്ട് വരാതിരിക്കുകയും അല്ലാത്ത സമയത്ത് മാത്രം അത് റിലീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താം. ശരിക്കും 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കമ്പാരിസൺ ഇതിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. 2018 എല്ലാ അണക്കെട്ടും തുറന്ന് വെള്ളം വന്നു. ശരിക്കും പെരിങ്ങൽകുത്തിയിൽ നിന്ന് അന്ന് ഏകദേശം എല്ലാ ഡാമുകളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാഷ് പറഞ്ഞ എല്ലാ ഡാമുകളും. അപ്പോൾ അന്ന് പെരിങ്ങൽകുത്തിയിൽ നിന്ന് ഓഗസ്റ്റ് 15 രാത്രി 16 ഒക്കെ ആയപ്പോഴത്തേക്കും പുറത്തേക്ക് വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം 35 ലക്ഷം ലിറ്ററിൻ്റെ അടുത്താണ്. അത് ചാലക്കുടി എത്തുമ്പോഴേക്കും 40, അതുപോലെ തന്നെ പുത്തമ്പേരിക്കര എത്തുമ്പോഴേക്കും 45 ലക്ഷം ആവും, ഇടയിലുള്ള നീരൊഴുക്കും കൂടെ ചേർത്ത്. അപ്പോൾ അതാണ് അന്ന് അത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത്. ഇതിൽ ഈ പെരിങ്ങൽകുത്തിയിൽ നിന്ന് 3500 പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 2200 വന്നത് മുകളിലെ മറ്റ് അണക്കെട്ടുകളിൽ നിന്നാണ്. 1300 പെരിങ്ങൽകുത്തിൻ്റെ കാച്ച്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. ഞാനീ പറയുന്നത് കൃത്യം കണക്കല്ല, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരും. കാരണം അന്ന് ഈ അണക്കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയത് കാരണം അവിടെ കണക്കൊന്നും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ മുകളിൽ നിന്നുള്ള കണക്കും മഴയും വെച്ചിട്ട് ഉള്ള ഒരു ഇതാണ്, വലിയ തെറ്റിനകത്ത് വരില്ല. അതേസമയം 2019 ഓഗസ്റ്റ് 9 തീയതിയുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്തു, വലിയ നീരൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പെരിങ്ങൽകുത്തിയിൽ പരമാവധി പുറത്തേക്ക് വന്നത് ഏകദേശം 12 ലക്ഷം ലിറ്ററാണ്. ഏതാണ്ട് അതേ അളവ് മുകളിലെ അണക്കെട്ടുകളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. അവിടെ മഴ പെയ്തിട്ട് അവിടെ ആ അണക്കെട്ടുകളിൽ അന്ന് വെള്ളം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്ന വെള്ളം മുഴുവൻ അണക്കെട്ടുകളിൽ സ്റ്റോർ ചെയ്തില്ല. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിങ്ങൽകുത്തിയിൽ നിന്ന് വരുന്നത് 25 ലക്ഷത്തിലേക്ക് എത്തിയാണ്. എന്ന് പറഞ്ഞാൽ 2018 ലെവലില്ലെങ്കിലും അതിന് തൊട്ട് താഴെ വരെ വെള്ളം വരുന്നൊരു കണ്ടീഷൻ 19-ലും വരാൻ പറ്റുമായിരുന്നു. മുകളിലെ അണക്കെട്ടുകളിലും വെള്ളം നിറഞ്ഞിരുന്നെങ്കിൽ. അന്ന് ഭാഗ്യവശാൽ ജൂണിലും ജൂലൈയിലും മഴ കുറവായതുകൊണ്ട് ആ അണക്കെട്ടുകളിൽ സ്റ്റോറേജ് കുറവായിരുന്നു. ഇവിടെ ഒന്നും ഈ
പറമ്പിക്കുളത്തായാലും തമിഴ്നാട് ഷോളയായാലും ഒരു തരത്തിലുള്ള നിയന്ത്രണം നമുക്കില്ല എന്ന് മാത്രമല്ല അവിടെ റൂൾ കർവോ വെള്ളം താഴ്ത്തി നിർത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും ഇപ്പം നിലവിലില്ല. ശരി. ഇത് സർക്കാർ തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കിയേ പറ്റും. ഇത്തരം കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഇടപെടലും നടന്നിട്ടില്ല. ഇല്ല, അതായത് മഴ പെയ്യുന്ന സമയങ്ങളിൽ ചീഫ് സെക്രട്ടറി തലത്തിലോ ചിലപ്പോൾ മന്ത്രി തലത്തിൽ തന്നെ തമിഴ്നാടിനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു അവസ്ഥ കാണുന്നില്ല. ഇത് നല്ല മഴ പെയ്യുമ്പോൾ മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അതിന് മുമ്പ് തന്നെ ഈ നോക്കി കാര്യങ്ങൾ ചെയ്യുകയും തമിഴ്നാട് ഷോളയാറിലും അതുപോലെ തന്നെ പറമ്പിക്കുളത്തും നിർബന്ധമായിട്ടും അവിടെ റൂൾ കർവും എമർജൻസി ആക്ഷൻ പ്ലാനും വേണമെന്നും അവിടെ വെള്ളം നിറച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം. സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഇതിൻ്റെ ചുമതലയുള്ള ആൾക്കാർ. അവർ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പോകണം. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഒരു കേസ് രീതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ആയാലും ഇടപെടുക തന്നെ ചെയ്യും. പക്ഷെ അത് സർക്കാർ തലത്തിൽ അതിനൊരു തീരുമാനം വേണം, നടപടികൾ വേണം. അതുപോലെ തന്നെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയിപ്പുകൾ കിട്ടുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട സംഭവമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം 2 ഷട്ടർ തുറന്നത് എല്ലാവരും അറിഞ്ഞു. ഈ 2 ഷട്ടർ തുറന്നതിന് ശേഷം 10 മണിക്ക് വീണ്ടും ഷട്ടർ തുറന്നതോ അതിന് ശേഷം ഷട്ടറുകൾ തുറന്നതോ ഒന്നും യാതൊരുവിധ അറിയിപ്പും ഉണ്ടായില്ല. പലപ്പോഴും ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അത് തരാനും വളരെ ബുദ്ധിമുട്ടാകുന്നൊരു സാഹചര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് കൂടുതൽ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്കും കൂടുതൽ ദുരിതത്തിലേക്കും പോകാനും സാധ്യതയില്ല. കൃത്യമായ അറിയിപ്പുകൾ നൽകേണ്ടതല്ല ശരിക്കും. അധ്യക്ഷ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, ടു ബി ഫോർ വാണ്ട് ഈസ് ടു ബി ഫോർ ആംഡ് എന്ന്. നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് പകുതി സമാധാനം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നത്, എത്ര വെള്ളം കയറാം, എൻ്റെ വീട്ടിൽ കയറുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് കുറേ കൂടി ഒരു ഒരു ധാരണ കിട്ടാവുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചാലക്കുടി പുഴയെ സംബന്ധിച്ച് നമുക്ക് അണക്കെട്ടുകളുണ്ട്, പുഴയിലെ ലെവലുണ്ട്, മഴ, ഇത്തരം കാര്യങ്ങളെല്ലാം അതിനെ സംബന്ധിച്ച് തത്സമയം തന്നെ അറിയിപ്പ് നിർബന്ധമായിട്ടും ആളുകൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഇതിപ്പോൾ പലപ്പോഴും ഞങ്ങൾ പലയിടത്തും ചോദിച്ച് വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ചുള്ള ഒരു അനാലിസിസ് ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും മറ്റു തരത്തിലും ആൾക്കാർക്കൊരു അറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പക്ഷേ വളരെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതങ്ങനെയല്ലാതെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് അതാത് സമയത്ത് ഈ വിവരങ്ങൾ പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് പെട്ടിങ് ഇടയ്ക്ക് എടുത്ത് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയാണ്. പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവർ പെട്ടു. പോയിട്ട് വെള്ളം കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഫേർട്ടൊക്കെ എടുത്തത് വെറുതെ ആയി എന്നുള്ളൊരു നിരാശ അവർക്ക് വരും. അപ്പോൾ അതൊരു നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 50-60% ഉറപ്പില്ലെങ്കിലും ഇന്ന വീടുകളിൽ വെള്ളം കയറും അല്ലെങ്കിൽ കയറില്ല എന്ന് പറയാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യണം.